ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നമ്മുടെ കുടുംബത്തിൽ പൂജയുണ്ട്. ഇത് വെള്ളരിക്കുള്ള ഒരു പൂജയാണ്, അതുകൊണ്ട് നമ്മൾ ഈ വെള്ളരി പൂജ എന്ന് പറയൂട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇത് ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രമാണ് കേട്ടോ, തറവാട്ട് അമ്പലമാണ്. പണ്ട് തറവാട് ക്ഷയിച്ചു പോയെങ്കിലും അതിലെ മച്ച് നിലനിർത്തിക്കൊണ്ട് അതിൽ നമ്മുടെ ധർമ്മദൈവത്തിനെ കുടിയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മാസവും വൃശ്ചിക മാസം 1-ാം തീയതി ഞങ്ങൾ അവിടെ പാലും വെള്ളരിയും നടത്തും. കോമര ഉണ്ടാവും. എല്ലാ റിലേറ്റീവ്സും നമ്മുടെ എല്ലാ കുടുംബക്കാരും അവിടെ ഒരുമിച്ച് കൂടും. വളരെ മനോഹരമായൊരു ദിവസം. എല്ലാവർക്കും എല്ലാവരെയും കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും പുതിയ അംഗങ്ങളെ കണ്ടുമുട്ടാനും ഒക്കെ കഴിയുന്ന ഒരു ദിവസം. അങ്ങനെ വൃശ്ചികം 1-ാം തീയതി ഈ വർഷവും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞങ്ങളുടെ വീട്ടിലെ കാരണവരാണ് ഈ പൂജാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക. അപ്പോൾ പ്രായം കൂടിയ ആളുകളുണ്ട്, പക്ഷെ അവർക്കൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഏട്ടനാണ് ഇപ്പോൾ 2-3 തവണയായിട്ട് ഈ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ മുന്നെയൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഒരു LP UPയിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ അവിടെ നിന്ന് തന്നെ നെല്ല് കുത്തി അങ്ങനെയൊക്കെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം പിന്നെ അതൊക്കെ പ്രയാസമായതുകൊണ്ടും ശുദ്ധമായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അമ്മമ്മ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. പ്രസാദകൂട്ടിനുള്ള ഫുഡൊക്കെ അമ്മമ്മ ഉണ്ടാക്കുക ചെയ്യാറ്. ഇപ്രാവശ്യം അമ്മമ്മ അങ്ങനെ ഉണ്ടാക്കി. പുളിങ്കറിയും കടുമാങ്ങയും ഒക്കെ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് അത് അവിടെ നിന്ന് കഴിക്കാൻ. നമ്മൾ വീട്ടിൽ നിന്ന് സാധാരണ കഴിക്കുന്നതാണെങ്കിലും നമുക്ക് ആ പൂജയുടെ സ്ഥലത്തു നിന്ന് കഴിക്കുമ്പോൾ അത് വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ കോമരം വന്നു, തോറ്റം പാടി. ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്ന തോറ്റാണ് കേട്ടോ. പക്ഷെ എന്നാലും നമുക്കങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാറില്ല. നല്ല രസമാണ് കേൾക്കാൻ ആ തോറ്റം ചൊല്ലലൊക്കെ. തോറ്റൊക്കെ ചൊല്ലിയിട്ട് ഇതൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ അമ്പലങ്ങൾക്കും പൂജകൾക്കും ഒക്കെ പിന്നിൽ. അതൊക്കെ എനിക്ക് ചെറിയൊരു ഐഡിയ ഉള്ളൂ, പക്ഷെ അത് വിശദമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ അത് പറയുന്നത് ശരിയല്ലല്ലോ. പണ്ട് നമ്മുടെ ഒരു കാരണവരുടെ കൂടെ ഭഗവതി വരെയും ഭഗവതിനെ അവിടെ കുടിയിരുത്തിയതാണെന്നൊക്കെ പറയപ്പെടുന്നു. ധാരണ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അടിപ്പാടി എന്റെ അച്ഛനും എന്റെ മുനാശ്രീയും ഇരുവഴിക്കങ്ങളും ഇരുകാഴ്ചകളും എന്റെ തിരുമുറ്റവും എഴുത്തല്ലിയും മറന്നുപോയോ? അടി ഒരുപാട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 തരം പൂജകളാണ് ഉണ്ടാവാറ്. ഒന്ന് വൃശ്ചിക മാസം 1-ാം തീയതി നമ്മൾ ഈ നടത്തുന്ന പാലും വെള്ളരി എന്നുള്ള പൂജയും, പിന്നെ ഒന്ന് കുട്ടിച്ചാത്തൻ പൂജയും. കുട്ടിച്ചാത്തൻ പൂജ പിന്നെ മധ്യമത്തിലാണ് കേട്ടോ. അത് കുറച്ചും കൂടി കളർഫുള്ളാണ് സംഭവം. രാത്രിയിലാണ്. സ്ത്രീകളൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പൂജ കാണാനല്ല, അവിടെയും അന്നും വേണമല്ലോ ഫുഡൊക്കെ. അപ്പോൾ കോമരമൊക്കെ ദർശനമൊക്കെ കിട്ടി. കോമരം തുള്ളാനൊക്കെ തുടങ്ങി. എല്ലാവർക്കും കൽപ്പിച്ചു. മാമയ്ക്കും അമ്മമ്മയ്ക്കും എല്ലാവരുടെ അടുത്തും വന്നിട്ട് കൽപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസമുള്ളവർക്ക് കേട്ടോ, വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം. വിശ്വാസമുള്ളവർക്ക് ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ കണ്ടുവരുന്നതായതുകൊണ്ട് നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ എന്തുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നത് ധർമ്മദൈവത്തിനെ തന്നെയാണ്. നമ്മളെ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വിശേഷങ്ങൾ ഉണ്ടായാലോ ഒക്കെ നമ്മൾ ഇവിടെ വന്ന് തൊഴണം എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ
ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് അമ്പാടി തറവാട് എന്നാണ്. അമ്പാടി തറവാട്ടിലുള്ള എല്ലാവരും, ഇപ്പോൾ നമ്മൾ കുറേ ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന അമ്പാടിക്കാരുണ്ട്. എല്ലാവരും അന്നേ ദിവസം ഈ വൃശ്ചിക മാസം 1-ാം തീയതി കൂടെ എത്തിച്ചേരും, പ്രാർത്ഥിക്കും, എല്ലാവരും കൂടെ ഒത്തുചേരും. അതാണ് എന്നെയൊക്കെ സംബന്ധിച്ചതിൽ ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യം. കാരണം എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റുക, എല്ലാവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുക, ആർക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ അന്നേ അറിയുള്ളൂ. എന്താ ജോലി കിട്ടിയവർ, ജോലി കിട്ടാത്തവർ, കല്യാണം കഴിഞ്ഞവർ, കഴിയാത്തവർ, കുട്ടികൾ, ചെറിയ കുട്ടികൾ. ഇപ്രാവശ്യം ഒരുപാട് കുഞ്ഞുമക്കളുണ്ടായിരുന്നു. പുതിയതായിട്ട് നമ്മളെ തറവാട്ടിൽ ജനിച്ച ഒരുപാട് കുഞ്ഞുമക്കളുണ്ടായിരുന്നു. ചേച്ചിയല്ലേ നമ്മുടെ ചേച്ചിയല്ലേ സുധാ അങ്ങോട്ട് നിന്നാടാ ബാക്കി ആ വഴി നേരത്തില്ലല്ലോ. അതേ പരീക്ഷയ്ക്ക് ജയിക്കാനല്ലേ എഴുതിയിട്ട് നടക്കുള്ളൂ. സൂപ്പറല്ലേ? പാപ്പ വേണോ? പൂജേൻ്റെ പ്രസാദമായിട്ട് അവല്, പഴം, ശർക്കര, കൽക്കണ്ടം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അടിപൊളി പ്രസാദം, സൂപ്പറായിരുന്നു. പിന്നെ ഇപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞാലും ഇത് ഞങ്ങളുടെ പശുപതിയാണ് കേട്ടോ. അടിപൊളി. അവിടെ ഞങ്ങൾക്ക് എല്ലാത്തിനും സഹായിക്കുന്നത് പശുപതി ചേട്ടനാണ്. അമ്മമ്മേൻ്റെ അവിടെ എല്ലാ കാര്യത്തിലും ചേട്ടനാണ് ഹെൽപ്പ് ചെയ്യുക. അതാ പറഞ്ഞു മോഡൽ. ഇതുവരെ കാണാണ്ടായിരുന്നില്ല. അമ്മമ്മ ഇന്ന് രാവിലത്തെ ഇതെല്ലാം കൂടി ആയിട്ട് ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ഗൈസ്. അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഈ കുറുമ്പിപ്പെണ്ണ് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു, പഴം തിന്നിട്ടും ഓടി ഓടി നടക്കുന്നുണ്ടായിരുന്നു, നല്ല രസമായിട്ട്. ഇതിപ്പോൾ ഇന്ന് കാശ് കളഞ്ഞതാട്ടോ ഗൈസ്. ഈ കണ്ണാട അത്യാവശ്യമായിട്ട് വേണം, കടയിൽ കിടന്ന് കരയായിരുന്നോള്. അപ്പൊ ഗൈസ് ആണ് നമ്മളുടെ മരം. ഇതിൽ കൊറേ വെള്ളി മഞ്ഞായിട്ടുള്ള പൂക്കളൊക്കെ വീണിട്ടോ. നമ്മള് പൂജയും ഇതൊക്കെ കഴിഞ്ഞു. നമ്മള് മാത്രമേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ചുവന്ന് കുങ്കുമ കളറായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളൊന്നും ആയിട്ടില്ല, ഞങ്ങൾ വേടിക്കേ വന്നത്. പക്ഷെ എന്താ ഇത്ര പണി അറിയോ? ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ പണിയൊന്നും എടുത്തിട്ടില്ലേ. പക്ഷെ ഞാൻ എടുത്തു വിളക്ക്. ഞാൻ അപ്പുറത്തെ 2 അടി വെച്ചാൽ അവിടെ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടിട്ടു. അവിടെ നമുക്കൊരു വീടുണ്ട്. വീട് മാറ്റാണ്, കറണ്ടൊന്നുമില്ല, കറണ്ടില്ലാത്തതുകൊണ്ട് ഫാനില്ല. അതുകൊണ്ട് നമ്മൾ അവിടെയാണ് ഇപ്പം. അവിടെ നിൽക്കും. ചില സമയത്ത് രാത്രിയുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പം ആണെങ്കിൽ നമ്മളവിടെ പായൊക്കെ വെച്ച് കുട്ടിച്ചാത്തന് കൊടുക്കാം. അതിന് നമ്മൾ പായൊക്കെ വിരിച്ചിട്ട് അവിടെ കടക്കും. നല്ല രസമാണ് കൂട്ടരെ. അപ്പൊ ഞങ്ങള് മാത്രമേ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ പോയി. കുഞ്ഞുകുട്ടിയൊക്കെ പോയി, സുന്ദരിക്കുട്ടി പോയി, മുഴണ്ടായി വന്ന്. അപ്പൊ നമ്മള് പുതിയ കണ്ണട വാങ്ങിയിട്ടുണ്ട്. കണ്ടാല് ഇത് വെച്ചാ നമ്മളെ പച്ചക്കുതിരയിലുള്ള ദിലീപിന്റെ. അപ്പോൾ കണ്ണട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പച്ചക്കുതിരയത്ത് എന്തോ ദിലീപാ, മറ്റേതാ അപ്പോൾ എന്താ കൊറേ ആൾക്കാർ മിസ്സിംഗ് ആണ്, കൊറേ ആൾക്കാർ ഇല്ല, കൊറേ ആൾക്കാർ അമ്മൂമ്മേനെ പ്രത്യേകിച്ചില്ല. ഇത് സങ്കടക്കുണ്ട്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പരിപാടിക്ക് വരാറുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാവാൻ അതാ വിളിക്കണോ മേലെ എഴുകാൻ ചെല്ല്. മറ്റേ പാലൊഴിച്ചു കൊടുക്ക. അയ്യോ